പിന്നെ കുറെ ജീപ്പില് ബോണറ്റിലും അവിടെ ഇവിടെ ഒക്കെ കടന്ന് കുറച്ച് ഇടങ്ങാറായിട്ടാണ്. ഈ ഒരു വാഹനം കാണുമ്പോൾ ഓർമ്മ വരുന്നത് ധർമ്മേന്ദ്രയും മണമാവനെയാണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണോ? ഈ R34ന്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് വരുന്ന വോക്സ് വാഗന്റെ ഫാക്ടറിയിൽ നിർമ്മിച്ച കീ ആണ് ഈ കാണുന്നത്. അംബാസഡർ ക്ലാസിക്കിലാണ് സത്യത്തിൽ വരുന്നത്. 1950 മോഡൽ വെല്ലീസ് ജീപ്പാണ്. അതേപോലെ തന്നെ കുറെ വിന്റേജ് വണ്ടികളും ഞാനിപ്പോൾ നിൽക്കുന്ന മലപ്പുറം ജില്ലയിലെ വേങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. മലബാർ വിൻറ്റേജ് ക്ലബ് കേരളത്തിലെ ഏറ്റവും വലിയ വിൻറ്റേജ് ആൻഡ് ക്ലാസിക് കാസിൻ്റെ മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ്. ഈ ഒരു മീറ്റപ്പ് കവർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നമസ്കാരം, വെലോസിറ്റിയിലേക്ക് സ്വാഗതം. മീറ്റപ്പിൽ പങ്കെടുക്കാൻ ഞാനും എൻ്റെ സുഹൃത്തുക്കളായ രോഹിത് ബാബു സെബിനും പോയത് ഈ 1992 മോഡൽ മഹീന്ദ്ര ജീപ്പിലാണ്. മലബാർ വില്ലേജ് ക്ലബിൻ്റെ 4ാമത് മെഗാ മീറ്റപ്പാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മീറ്റപ്പിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ നമുക്ക് നേരിട്ട് കാണാനും പുതിയ തലമുറയ്ക്ക് അതിനെക്കുറിച്ച് നേരിട്ട് കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ള രീതിയിലാണ്. ഇത് 1962 മോഡൽ CS സെലക്ട് ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പെക്യുലാരിറ്റി ഇതിൻ്റെ സൂയിസൈഡ് ഡോറാണ്. ടുവേർഡ്സ് ഫ്രണ്ടാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇത് ഈ മീറ്റപ്പിന് വന്നതിലേക്കും വെച്ച് ഏറ്റവും പഴയ വാഹനമാണ്. ഇതൊരു 1950 മോഡൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ആണ്. ഇത് ഒരു കാലത്ത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ടാക്സി സെഗ്മെന്റിൽ യൂസ് ചെയ്തിരുന്ന ഒരു ജീപ്പാണ്. നോർമൽ ജീപ്പിനേക്കാളും ഇതിൻ്റെ വീൽ ബേസ് ലോങ്ങർ ആണ്. ഇതിൻ്റെ എൻജിൻ MM540 വന്ന ഫ്യൂഷോ എൻജിനാണ്. ഇതിന് മഹീന്ദ്ര കൊടുത്തിരുന്ന പേര് MM640 എന്നാണ്. ഈ മോറിസ് മൈനർ നമ്മൾ വെലോസിറ്റിയിൽ നേരത്തെ ഫീച്ചർ ചെയ്തിട്ടുള്ള കാറാണ്. ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് 1986 മോഡൽ ലാംബ്രറ്റയാണ്. ഒറിജിനലി കമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിരുന്നു നമ്മൾ ആപ്പയും ബജാജിൻ്റെയൊക്കെ ഓട്ടോറിക്ഷ കാണുന്നത് പോലെ ഒരു കാലത്ത് നിരത്തുകളിലൂടെ ടാക്സി അഥവാ ഓട്ടോ ആയിട്ട് ഓടിയിരുന്ന വാഹനമാണ്. ഇന്നത്തെ കാലത്തെ ഓട്ടോറിക്ഷ മിക്കവാറും എല്ലാം തന്നെ ബാക്ക് എൻജിനാണ്. നമ്മൾ ഈ കാണുന്ന ഓട്ടോറിക്ഷ ഫ്രണ്ട് എൻജിനാണ്. ഫുൾ സ്റ്റോക്ക് കണ്ടീഷനിൽ വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ടാറ്റ സിയറയാണ് ഈ കാണുന്നത്. ഈ വാഹനത്തെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ റിവ്യൂ നമ്മുടെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ആകെ ചേഞ്ച് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഓണർഷിപ്പ് മാത്രമാണ്. ഇപ്പം ഇതിൻ്റെ ഓണർ അനീഷാണ്. ചെറുപ്പത്തിലുള്ള ഒരു ആഗ്രഹമായിരുന്നു സിയറ മേടിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഒരു മോഡൽ കിട്ടിയപ്പോൾ അങ്ങനെ നമ്മളെ ഫൈസലിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് മേടിച്ചു, അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾക്കൊന്നും അധികം പരിചിതമല്ലാത്ത ഒരു സ്കൂട്ടറാണ്. 80s കിഡ്സിനൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ളതും അന്നത്തെ ഭയങ്കര ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാഹനമായിരുന്നു ഇത്. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പം 2 വീലർ മാനുഫാക്ചറേഴ്സ് ഈ ഒരു സ്കൂട്ടറേജ് സെഗ്മെന്റ് തന്നെ തുറന്നത്. പക്ഷെ അതിനൊക്കെ കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ബ്രാൻഡാണ് കൈനറ്റിക് ഹോണ്ട. ഇത് റഷ്യൻ ഓട്ടോമോട്ടീവ് മാനുഫാക്ചറായ ലാഡയുടെ ഒരു മോഡലുണ്ട്. നമ്മുടെ പ്രീമിയർ പത്മിനി ലോഞ്ച് ചെയ്ത NE118 ആണിത്. ഇതിനെ ആ ലാഡയുടെ ഒരു മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. ഇന്നത്തെ മീറ്റപ്പിൻ്റെ സ്റ്റാർ എന്ന് വിളിക്കാവുന്ന വോക്സ് വാഗൺ കോംബി വാനാണ്. ഇത് വളരെ പോപ്പുലറായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിട്ടുള്ള ഒരു വാഹനമാണ്. കേരളത്തിൽ നിലവിൽ ഈ ഒരു വാഹനം മാത്രമേ ഉള്ളൂ, കോംബി വാൻ. പത്മിനിയാണ് 138 97 മോഡൽ. ചോദിക്കാൻ ഏകദേശം ഒരു 1 ഇയർ. ഇത് ടൊയോട്ട കൊറോള 91 മോഡലാണ്. C90 എന്ന് പറഞ്ഞുള്ള ടാക്സി കോഡിൽ വരുന്ന ഒരു വണ്ടിയാണ്. ഇതിൽ 1C ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 1.8 ലിറ്റർ ഡീസൽ നോൺ ടർബോ എഞ്ചിൻ.
പിന്നെ ഇത് പിന്നെ ഞാൻ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇൻറ്റീരിയർ കംപ്ലീറ്റ് സ്റ്റോക്ക് തന്നെയാണുള്ളത്. കംപ്ലീറ്റ് ആ ഒരു വിൻറ്റേജ് ലുക്ക് തന്നെ, ഒരു ക്ലാസിക് ലുക്ക് എന്ന് പറയാം. അപ്പോൾ ഇതിന് എക്സ്റ്റേണലി ഞാൻ ബോഡി കിറ്റ്സ് ഒരു R34 ഇൻസ്പയർഡ് ആയിട്ടുള്ള ഗ്രാഫിക്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറച്ച് പെർഫോമൻസ് ട്യൂണിങ് ചെയ്തിട്ടുണ്ട്. സ്ട്രൈറ്റ് പൈപ്പ് എക്സോസ്റ്റ്, അതേപോലെ ഇൻടേക്ക് ആൻഡിൻ്റെ ഇൻടേക്ക് ഫിൽറ്റർ, അതേപോലെ പിന്നെ നമ്മൾ എൻജിൻ കുറച്ച് ട്യൂൺ ചെയ്തിട്ടുണ്ട്. നയൻറ്റീസ് കിഡ്സ് അല്ലെങ്കിൽ 2000s കിഡ്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു വാഹനം കാണുമ്പോൾ ഓർമ്മ വരുന്നത് ധർമ്മേന്ദ്രയും മണവാളനെയാണ് അല്ലേ, പുലിവാൽ കല്യാണം എന്ന സിനിമയിൽ. പക്ഷേ ഈ ഒരു പ്രീമിയർ പത്മിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനതയുടെ തന്നെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടായിരുന്നു. ഇതിന് ബോംബെയിലെ കാലിപീലി ടാക്സി എന്നാണ് പറയുന്നത്. ഒരു വിൻറ്റേജ് കാർ ഷോ വരുമ്പം അംബാസഡർ ഇല്ലാതെ എന്ത് വിൻറ്റേജ് കാർ ഷോ അല്ലേ? അംബാസഡർ വിൻറ്റേജ് കാറ്റഗറിയിൽ പെടുത്തേണ്ട ഒരു ആവശ്യമില്ല. അംബാസഡർ ക്ലാസിക്കിലാണ് സത്യത്തിൽ വരുന്നത്. ഇതൊരു അംബാസഡർ ഗ്രാൻഡ് ആണ്. വളരെ നല്ല രീതിയിലാണ് ഇതിന്റെ ഒരു പെയിന്റ് ജോബ്. പിന്നെ മൊത്തം ഇന്റീരിയറിൽ തന്നെ ഒരുപാട് പൈസ കയറി. ഓക്കെ എന്തൊക്കെയാ ഇന്റീരിയർ? ബോഡിയുടെ സീറ്റാണ്, അഡ്ജസ്റ്റബിൾ ആണ്. ഒരു പ്രീമിയർ പത്മിനിയാണ്. വളരെ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. കോളം ഷിഫ്റ്റ് പെട്രോൾ എഞ്ചിനോട് കൂടി തന്നെ വന്നിരിക്കുന്ന ഒരു വാഹനമാണ്. ഞങ്ങൾ പഴയ വണ്ടികളോട് വലിയ ഇഷ്ടമായുണ്ട്, അതുകൊണ്ട് കൊണ്ടോട്ടിൽ നിന്ന് വന്നാൽ ഞങ്ങൾക്ക് വണ്ടി നല്ല ഇഷ്ടമാണ്. പണ്ടത്തെ വിൻറ്റേജ് വണ്ടികളൊക്കെ അത് കാണാൻ വന്നതാണ് ഞങ്ങൾ. മാരുതി സുസുക്കി SS80 മാരുതി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത വാഹനമാണ് ഇത്. ഒസോമു സുസുക്കിയുടെ ഒരു ബ്രെയിൻ ചൈൽഡാണ്. മലബാർ വിന്റേജ് ക്ലബിന്റെ 4ാമത് മെഗാ മീറ്റപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. MVCയുടെ മെഗാ മീറ്റപ്പ് നടക്കുകയാണ്. ഏറ്റവും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകും. മാരുതി ജിപ്സി ഇപ്പോഴും യൂത്തിൻ്റെ ഇടയിൽ വളരെ പോപ്പുലറായിട്ടുള്ള വാഹനമാണ്. ഓഫ് റോഡിങ് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വെല്ലാൻ വേറെ വാഹനം ഇല്ല എന്ന് തന്നെ പറയാം. ശരിക്കും പവർ യൂസ് ചെയ്ത് ഓഫ് റോഡ് ചെയ്യാൻ ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു വാഹനം മാരുതി ജിപ്സിയാണ്. അതേപോലെ തന്നെ റാലി സെഗ്മെൻറ്റിൽ മാരുതി ജിപ്സിക്ക് ഇപ്പോഴും ഭയങ്കര ഡിമാൻഡാണ്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ മാരുതി ജിപ്സി ഫസ്റ്റ് ഗിയറിൽ 60 കിലോമീറ്റേഴ്സും സെക്കൻഡ് ഗിയർ ആകുമ്പോൾ 100 കിലോമീറ്റേഴ്സും അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനമാണ്. ഇത് 1974 ടൊയോട്ട കൊറോള K55 മോഡലാണ്. കംപ്ലീറ്റ് സ്റ്റോക്ക്. ഇങ്ങനെ നമ്മളിങ്ങനെ പെയിന്റ് ചെയ്ത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ കൊണ്ടുനടക്കുന്നത്. നമ്മൾ WC എന്ന് പറഞ്ഞിട്ടൊരു വില്ലീസ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പുറത്തുള്ള ഒരുപാട് വണ്ടികൾ നമ്മളെ ഗ്രൂപ്പിലുണ്ട്. ഏകദേശം ഒരു 160ഓളം മെമ്പേഴ്സ് ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഇന്നത്തെ മീറ്റപ്പിന് തന്നെ പല ഭാഗത്തുനിന്ന് വന്ന ആളുകളുണ്ട്. ഇവരൊക്കെ കൊച്ചിയിൽ നിന്ന് വന്നാണ്. ഞങ്ങള് ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ ഞങ്ങൾക്ക് നേരെ ഉറക്കവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് കുറെ ടെന്റ് അടിച്ചിട്ടും പിന്നെ കുറെ ജീപ്പില് ബോണറ്റിലും അവിടെ ഇവിടെ ഒക്കെ കടന്ന് കുറച്ച് ഇടങ്ങാറായിട്ടാണ് വന്നത്. നല്ല ഉറക്കക്ഷീണോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും പരിപാടി ഇവിടെ വന്നപ്പോൾ വേർത്താണ്, അടിപൊളിയാണ്. പഴയ വാഹനങ്ങളെ ഇഷ്ടപ്പെടുന്ന 5 സുഹൃത്തുക്കൾ തുടങ്ങിയ ഒരു ക്ലബ്ബാണ് മലബാർ വിൻറ്റേജ് ക്ലബ്ബ്. റാഫി, ഫൈസൽ, രഘു, ഷിഹാബ്, അനീഷ്
എന്നിവരാണ് ഈ ക്ലബിൻ്റെ ആദ്യകാല മെമ്പേഴ്സ്. 300ഓളം അംഗങ്ങളുള്ള ഈ ക്ലബിൻ്റെ ഈ ഒരു പരിപാടിയിൽ ഇന്ന് 217 കാറുകളും 63 ഇരുചക്ര വാഹനങ്ങളുമാണ് എത്തിച്ചേർന്നത്. SD എന്ന് കേൾക്കുമ്പോൾ നമുക്ക് റോഡ് കിങ് അല്ലെങ്കിൽ ക്ലാസിക് ഈ രണ്ട് SD മോഡൽസിനെ പറ്റി നമുക്ക് അറിയുള്ളൂ. എന്നാൽ ഇത് SD 250 ഡീലക്സ് ആണ്. ആ 250 എന്നുള്ളത് 250cc ആണ്. ഇത് വളരെ ലിമിറ്റഡ് പീരീഡ് മാത്രം ഇറങ്ങിയ ഒരു വാഹനമാണ്. നല്ല മീറ്റപ്പ് അതിഗംഭീരമായിട്ടുണ്ട്. നല്ല ഒരുപാട് ബൈക്കുകളും കാറുകളും വിൻറ്റേജ് കാറ്റഗറിയിൽ ഇല്ലാത്ത അംബാസഡർ കാറുകൾ തുടങ്ങിയ ഒരുപാട് വാഹനങ്ങളുണ്ട്. മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, മാർക്ക് 4. അതൊരു വിൻറ്റേജ് കളക്ഷൻ്റെ അകത്ത് ഫിയറ്റ് വണ്ടി, ബൈക്കിൻ്റെ കൂട്ടത്തിൽ ചേതക്ക്, ST, അങ്ങനെ എല്ലാവിധ വാഹനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടത് ഒരു ഫുൾ ഒറിജിനാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത ഒരു ടാറ്റ സിയറയാണെങ്കിൽ ഇത് റെട്രോ ആയിട്ട് മോഡിഫൈ ചെയ്ത ഒരു സിയറയാണ്. പിന്നെ വണ്ടിയായിട്ട് ഞാനിപ്പം പഴയ വണ്ടിയല്ലേ, ഇതൊരു കമ്പാണ്, നമ്മളെ ഒരു ആഗ്രഹങ്ങളാണല്ലോ. ഇതിന് വിലകൾ പലരും പല മാതിരിക്കാണ്, കാരണം മോഹവിലകളാണ്. ലാൻഡ് ക്രൂസർ മരണമില്ലാത്ത വാഹനമാണ്. ഇതാണ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് 3 റോ ലാൻഡ് ക്രൂസർ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇതാണ്. അതേപോലെ തന്നെ അതേപോലെ തന്നെ ഈ വണ്ടി അടിപൊളിയാണ്. ഈ വണ്ടി അടിപൊളി. പിന്നെ ലാൻഡ് ക്രൂസറിന്റെ പജേറോ അങ്ങനെ തുടങ്ങിയ കുറെ വണ്ടികളുണ്ട്. അതേപോലെ തന്നെ കുറെ വിന്റേജ് വണ്ടികളും പിന്നെ മാരുതി അങ്ങനെ കൂടുതൽ വണ്ടികളുണ്ട്. ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ മലബാറിൽ വിന്റേജ് വണ്ടികളിൽ അടിപൊളി വണ്ടികളാണ്. ഫുൾ വിന്റേജ് വണ്ടിയാണ്, അല്ലാതെ ന്യൂ വണ്ടികളൊന്നല്ല. 1950 മോഡൽ വെല്ലീസ് ജീപ്പാണ്. ഇതിന്റെ മീറ്റർ നോക്കൂ, ഇത് മൈൽസ് പെർ അവർ ആണ്. ആ ഒറിജിനൽ മീറ്റർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഉപ്പൻ്റെ വണ്ടിയാണ്, ഗഫൂർക്ക എന്ന് പറയുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അറിയാം. ഇത് 1950 മോഡൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വില്ലീസ് ആണ്. പിന്നെ ലോ ബോണ്ട് വില്ലീസ് ആണ്, മിലിറ്ററി യൂസ് വെഹിക്കിളാണ്. പിന്നെ 4 വീൽഡ് ഡിഫറൻഷ്യൽ ലോക്ക്, പിന്നെ അത്യാവശ്യം ബാക്കിയുള്ള നമുക്ക് ഈ ഓഫ് റോഡ് പർപ്പസ് കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഇതായിട്ട് കൺവെർട്ടബിൾ ആയിട്ട് ഡിഫറൻഷ്യൽ ലോക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മലബാർ വിന്റേജ് ഗ്രൂപ്പിന്റെ 5ാമത്തെ മീറ്റപ്പാണ് സഭാസ്കോറിൽ നടക്കുന്നത്. ഞങ്ങൾ എല്ലാ വർഷവും ആദ്യത്തെ ഞായറാഴ്ച തേങ്ങര സഭാസ്കോറിൽ വെച്ചിട്ട് മലബാർ വിന്റേജ് ഗ്രൂപ്പിന്റെ പിന്നെ മീറ്റപ്പ് നടത്തപ്പെടുന്നതാണ്. ഈ സഭാ സ്ക്വയറിൻ്റെ ഉടമസ്ഥൻ ആയ ശ്രീ സഭ ആണ് ഇന്നത്തെ വിശിഷ്ടാതിഥി. ഞങ്ങൾ വേങ്ങരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത കൊല്ലം ഇതിലേറെ ഗംഭീരമായിട്ട് പരിപാടികൾ നടത്തണം. കാരണം ഞങ്ങൾക്കൊക്കെ ഇതൊരു കാണാനുള്ള ഒരു ആഗ്രഹം. മരിക്കുന്നതിന് മുമ്പ് ഓരോരുത്തർ പറഞ്ഞ ഓരോ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഞാൻ കാളൂട്ടിനൊക്കെ പോലത്തെ അതിനെക്കാട്ട് രസമുള്ള ഒരു പരിപാടിയാണ്. ഈ വീഡിയോയിലൂടെ ഒരുപാട് വാഹനങ്ങൾ എനിക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ സന്തോഷം തോന്നുന്നുണ്ട്. ഇതിലേത് വാഹനത്തിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കൊരു എപ്പിസോഡായിട്ട് ആ വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്യാം. മലബാർ വിന്റേജ് ക്ലബിന്റെ 5ാമത്തെ മീറ്റപ്പിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കണം കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.